ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്, ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. അറേ പോലെ തന്നെ ലീനിയർ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഐറ്റംസിനെ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഒരു എൻഡിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് സ്റ്റാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആഡ് ആൻഡ് റിമൂവ് ചെയ്യാൻ ഐറ്റത്തിന് ഒറ്റ എൻഡിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ എങ്കിൽ അതിനെ സ്റ്റാക്ക് എന്ന് പറഞ്ഞു. എക്സാമ്പിളാണ് ഇപ്പോൾ ഡെസ്ക് ഓഫ് കാർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കാർഡിൻ്റെ അകത്ത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് മാത്രമേ കാർഡിനെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റൂ, അവിടെ നിന്ന് മാത്രമേ കാർഡ് എടുക്കാൻ പറ്റൂ. ഇപ്പോൾ പൈൽസ് ഓഫ് പ്ലേറ്റ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എൻഡിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യുന്നു. അതിനാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ബാങ്കിൽ ഹാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ മാത്രമല്ലേ എൻട്രി ചെയ്യാനും ആ സൈഡിൽ നിന്ന് മാത്രമേ റിമൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം അതിന് നമുക്ക് സ്റ്റാക്ക് എന്ന് പറയുന്ന കോമൺ ഡെഫിനേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഹോമോജീനിയസ് ഡേറ്റ സ്ട്രക്ചറാണ്. ഇൻസെർഷനും ഡിലീഷനും ഒരൊറ്റ സ്ഥലത്തേ പറ്റത്തുള്ളൂ. ആ സ്ഥലത്തിൻ്റെ പേരാണ് ടോപ്പ് എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് ഇവിടെ നടക്കുന്ന രണ്ട് ഓപ്പറേഷനാണ് പുഷ് എന്നും പോപ്പ് എന്നും പറയുന്നത്. പുഷ് മീൻസ് ഇൻസെർട്ട് ചെയ്യുന്ന, സ്റ്റാക്കിൻ്റെ അകത്ത് ഒരു എലമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്യുന്നതിനെ പുഷ് എന്ന് പറയും. എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്താൽ പോപ്പ് എന്ന് പറയും. സ്റ്റാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മാനറിനെയാണ് ലിഫോ എന്ന് പറയുന്നത്. സ്റ്റാക്കിൻ്റെ വേറൊരു നെയിമാണ് ലിഫോ എന്ന് പറഞ്ഞാൽ. ലിഫോ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇൻ ചെയ്യുന്ന ഫസ്റ്റ് ഔട്ട് ചെയ്യും. ഇപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ പ്ലേറ്റ് പ്ലേസ് ചെയ്തെങ്കിലും ആദ്യം വെച്ച പ്ലേറ്റ് അല്ല ഫസ്റ്റ് എടുത്തത്, പിന്നെ ലാസ്റ്റ് വെച്ച പ്ലേറ്റാണ് ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. ദെൻ അടുത്ത പ്ലേറ്റ് നെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് വെച്ചത് ലാസ്റ്റ് റിമൂവ് ചെയ്യും, ലാസ്റ്റ് വെച്ചത് ഫസ്റ്റ് എടുക്കും. അതിനാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന സ്റ്റാക്കിന്. ആ റിമൂവ് ചെയ്യുന്നതും എൻട്രി ചെയ്യുന്നതും എല്ലാം ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിനെയാണ് ടോപ്പ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കൊരു റിവേഴ്സ് ഓർഡറിലൊക്കെ ഒരു സ്ട്രിങ് കിട്ടണമെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ റിവേഴ്സ് ചെയ്ത് തിരിച്ചു വരണമെങ്കിൽ സാധാരണ നമ്മൾ സ്റ്റാക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇത്. പുഷ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഐറ്റം എൻട്രി ചെയ്യുന്നു, പോപ്പ് എന്ന് വെച്ചാൽ ഡേറ്റ ഐറ്റം റിമൂവ് ചെയ്യുന്നു. സ്റ്റാക്കിൻ്റെ അകത്ത് വരുന്ന ഓപ്പറേഷനാണ് പുഷിങ് എന്ന് പറയുന്ന. ഡേറ്റ എൻട്രി ചെയ്യുന്നതിനെ പുഷിങ് എന്നും ഡേറ്റ റിമൂവ് ചെയ്യുന്നതിനെ പോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പുഷും പോപ്പുമാണ് രണ്ട് ഓപ്പറേഷൻസ്. അതിൻ്റെ അകത്തുള്ള എലമെൻസിനെ ഐറ്റംസ് എന്ന് പറയുന്നു. മാക്സിമം എന്ന് പറയുന്നത് എത്രയാണോ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അതിനെയാണ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ആദ്യം എ എന്ന് പറയുന്ന ടോപ്പിൽ എ ആയിരിക്കും ഇരിക്കണം. അടുത്ത ബി ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ബി ആയി ടോപ്പ്. അടുത്ത എനിക്ക് സി ആഡ് ചെയ്യണമെങ്കിൽ സി ആയിരിക്കും ടോപ്പ്. ഇനി എനിക്ക് റിമൂവ് ചെയ്യണം, സി റിമൂവ് ചെയ്താൽ തിരിച്ച് ബി ആയിരിക്കും ടോപ്പ്. ബി റിമൂവ് ചെയ്താൽ എ ആയിരിക്കും ടോപ്പ്. എ റിമൂവ് ചെയ്താൽ എം ഡി ആയിരിക്കും സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്കിനെ അറയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ഒരു ലീനിയർ അറയ്ക്കകത്താണ് സ്റ്റാക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ അറയുടെ ഏത് സ്ഥലത്താണോ നമ്മൾ ഇനി അടുത്ത് ആഡ് ചെയ്യാനും എല്ലാം വെക്കുന്ന ആ ഒരു പോയിൻ്ററിനെയാണ് ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ മാക്സിമം സൈസ് എന്ന് പറയുന്നത് നമുക്ക് 6 ആണ്. അപ്പോൾ നമുക്ക് ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ 3യിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം എലിമെൻറ്റിനെ ഇൻസെർട്ട് ചെയ്ത്, അതായത് മാക്സിമം സൈസും നമ്മൾ ഇൻസെർട്ട് ചെയ്ത് ഫുൾ സ്റ്റാക്ക് ഫുള്ളായി, ഇനി അതിൻ്റെ അകത്ത് ഇൻസെർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇൻസെർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ ഫുൾ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്തു, ഇനി അതിൻ്റെ അകത്ത് ഡിലീഷൻ പറഞ്ഞാൽ ഡിലീഷൻ നടക്കത്തില്ല. അങ്ങനെയുള്ള കേസസിനെയാണ് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ. രണ്ട് കേസസാണ്, പുഷും പോപ്പും. പീക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ടോപ്പ് എലമെൻറ്റിനെ എടുക്കുന്നതിനാണ് പീക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസാണ്, നമ്മൾ തന്നെ കോഡ് എഴുതി വെക്കുന്ന ഓപ്പറേഷൻസാണ്. ഇനി പുഷ് ഓപ്പറേഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാക്ക് ഫുള്ളാണോ നോക്കും. ഫുൾ ആണെങ്കിൽ മാത്രം എറർ എന്ന് പറയും, അതായത് ഓവർഫ്ലോ എന്ന് പറയും. ഫുൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാക്കിൻ്റെ അകത്തുള്ള ടോപ്പിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഒരു എം ഡി സ്പേസിലോട്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ടോപ്പിൻ്റെ വാല്യൂ 3 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ടോപ്പിനെ നമ്മൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, ടോപ്പിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. 4 കിട്ടിക്കഴിഞ്ഞാൽ ആ 4 എന്ന് പറയുന്ന പ്ലേസിലായിരിക്കും നമ്മൾ ഐറ്റത്തിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പുഷ് ഓപ്പറേഷൻ. അതിൻ്റെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. പുഷ് ഓപ്പറേഷൻ്റെ കോഡാണ്. അതായത് നമുക്ക് ഒരെണ്ണം പുഷ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കും മാക്സിമം സൈസിലാണോ ടോപ്പ് ഇരിക്കുന്നത്. ടോപ്പ് മാക്സിമം സൈസിനേക്കാളും കുറവാണെങ്കിൽ, അതായത് അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ടോപ്പിന് ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ എന്താണ് അതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് നമ്മുടെ ഐറ്റത്തിനെ പ്ലേസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഓവർഫ്ലോ എന്ന് കാണിക്കുക. ദെൻ ഇതിൻ്റെ അകത്ത് വേറെ ഇതാണ് അടുത്തെന്ന് പറഞ്ഞാൽ പോപ്പ് ഓപ്പറേഷൻ. പോപ്പ് മീൻസ് റിമൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ആദ്യം നോക്കും സ്റ്റാക്ക് എം ടി ആണോ. സ്റ്റാക്ക് എം ടി ആണെങ്കിൽ പറയും എററാണ്, എക്സിറ്റ് ചെയ്യാൻ പറയും, അതായത് അണ്ടർഫ്ലോ എന്നുള്ള കണ്ടീഷൻ പറയും.
സ്റ്റാക്ക് എം ടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ടോപ്പിൽ എന്താണോ ഇരിക്കുന്നത് അതിനെ നമ്മളൊരു ഐറ്റത്തിലോട്ട് എടുത്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്ക് ടോപ്പിൽ എന്താണോ ഇരിക്കുന്ന ഇ ആണ്, ഇ എടുത്ത് ഞാനൊരു ഐറ്റത്തിലോട്ട് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇ എന്ന് പറയുന്ന ഒരു ഐറ്റത്തിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും. ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോപ്പിൻ്റെ വാല്യൂ ഒന്ന് കുറയും. ഒന്ന് കുറയുമ്പോൾ ടോപ്പ് നേരെ ഡിക്ക് താഴെ വരും. ഇപ്പം നമുക്ക് ഇവിടെയാണ് ടോപ്പ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്പേസ് ഫ്രീ ആയി കിട്ടിയില്ലേ? ഓക്കെ, ഫ്രീ ആയി. ഇനി ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻറ്റ് വേണമെങ്കിൽ ഐറ്റത്തിന് അങ്ങ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യേണ്ട എലമെൻറ്റിനെ കിട്ടും. ഇത് തന്നെയാണ് പുഷിൻ്റെ അകത്തും ചെയ്യുന്നത്. പുഷിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു ഡേറ്റ പുഷ് ചെയ്യണമെങ്കിൽ ടോപ്പിനെ എന്ത് ചെയ്യണം? ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ടോപ്പ് ദാ ഇവിടെ വന്ന് നിന്നു. ഇനി അടുത്ത ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ആണെങ്കിൽ ഇപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ 4 ആയി. ഇനി 4th ലൊക്കേഷനിൽ എ ഓഫ് ടോപ്പിലെടുത്ത് ആരെ പ്ലേസ് ചെയ്യും? ഐറ്റത്തിനെ പ്ലേസ് ചെയ്യും. എ ഓഫ് 4ലെടുത്ത് ഈ ഐറ്റം ഇയെ പ്ലേസ് ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് പുഷ്, ഇതാണ് പോപ്പ് ഓപ്പറേഷൻ. ഇത് രണ്ടാണ് മെയിനായിട്ട് വരുന്ന ഓപ്പറേഷൻസ്. ഇതിൻ്റെ കോഡാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പിൻ്റെ വാല്യൂ -1. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ -1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടോപ്പിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അണ്ടർഫ്ലോ ആണ്. നമുക്കിനി അതിൻ്റെ അകത്ത് ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ എന്താണോ ഇരിക്കുന്നത് അതിനെ എടുത്ത് ഐറ്റത്തിലോട്ട് വെച്ചിട്ട് ടോപ്പിനെ ഒന്ന് മൈനസ് ചെയ്യുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിലിരിക്കുന്നിടത്ത് ഐറ്റത്തിലോട്ട് പ്ലേസ് ചെയ്യുക, ടോപ്പിനെ ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് ആ ഐറ്റത്തിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത ഐറ്റംസിനെ കിട്ടും. ദെൻ ടോപ്പിൻ്റെ സ്റ്റാക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് റിവേഴ്സിങ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ABCD എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ട്രിങ് എടുത്താൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഞാൻ എയെ പ്ലേസ് ചെയ്യും, രണ്ടാമത് ഞാൻ ബിയെ പ്ലേസ് ചെയ്തു, ദെൻ മൂന്നാമത് സി, നാലാമത് ഡി, ഇങ്ങനെ പ്ലേസ് ചെയ്തു. ഇനി അടുത്തത് അത് പുഷിങ് ഓപ്പറേഷൻ. പോപ്പ് ഓപ്പറേഷനിൽ എന്താ ചെയ്യുന്നത്? ആദ്യം ഡിയെ എടുക്കും, ഡിയെ പോപ്പ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക. അടുത്തത് സിയിലോട്ടല്ലേ നിൽക്കുന്നത്, സിയെ പോപ്പ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക, ബിയെ പോപ്പ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക, എയെ പോപ്പ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക. നോക്കിയേ, അതിൻ്റെ റിവേഴ്സ് കിട്ടിയില്ലേ? അതിനാണ് റിവേഴ്സ് ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അണ്ടോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റെപ്പിലോട്ട് പോകണമെങ്കിൽ നമ്മൾ അണ്ടോ ഓപ്പറേഷൻ കൺട്രോൾ ഇസഡ് അടിച്ച് നമ്മൾ അണ്ടോ ഓപ്പറേഷൻ പോകുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ബാക്ക് ബട്ടനൊക്കെ നമ്മൾ ഒരു വിൻഡോയിലെ ബാക്ക് ബട്ടൺ ഇല്ലേ, അതെല്ലാം സ്റ്റാക്കിൻ്റെ ഓപ്പറേഷനാണ്. പിന്നെ ഇൻഫിക്സ് പ്രിഫിക്സും പോസ്റ്റ്ഫിക്സും എക്സ്പ്രഷൻ്റെ അകത്ത് നമുക്ക് സ്റ്റാക്കിൻ്റെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ട്രീ ട്രാവേഴ്സ് ചെയ്ത് നോക്കുന്നത് സ്റ്റാക്കാണ്. ഇതൊക്കെ നമ്മൾ ഇനി ഭാവിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം സ്റ്റാക്കിൻ്റെ ഓരോ ഓപ്പറേഷൻസ്, ഓരോ ആപ്ലിക്കേഷൻസാണ്. Okay, thank you all.